ഈ സെഷനിൽ നാം പ്രധാനമായിട്ടും കേൾക്കുവാനായിട്ട് പോകുന്നത് പരസ്പരത്തിൻ്റെ തിരുവചനം എന്നതാണ്. നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് നാം ഇനി കേൾക്കുവാനായിട്ട് പോകുന്നത്. ജോർജ് എഡ്മൻ സോഹനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹവന്ദനം. മിഷനെക്കുറിച്ച് കേട്ട് ആവേശം കൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും. ആവേശം കൊണ്ടോ? ഞാൻ പലപ്പോഴും മിഷനെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ചലഞ്ചസ് കേൾക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന വ്യക്തികളെയും ഈ വെല്ലുവിളികൾ നൽകുന്ന ആളുകളെക്കുറിച്ചും ഞാൻ ചിന്തിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് ഘോരഘോര മിഷനെക്കുറിച്ച് ഉത്സാഹിപ്പിച്ചുകൊണ്ട് സന്ദേശം നൽകി. നമുക്ക് പോവാൻ തോന്നിയോ? എത്ര പേർക്ക് പോവാൻ തീരുമാനമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ അദ്ദേഹം അത് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ അവതരണത്തിലുള്ള ആവേശം ശ്രദ്ധിച്ചോ? നിവൃത്തിയില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തു പോവാണ്, കർത്താവ് തന്ന ജോലിയല്ലേ എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. ആവേശത്തോടും ഉത്സാഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ സഭയെക്കുറിച്ച്, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചൊക്കെ ഈ നാളുകളിൽ ചിന്തിക്കുന്നൊരു കാര്യം, ആളുകളെ ഉന്തി തള്ളി ഒന്നും കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റില്ല, മനസ്സോടെ ചെയ്യണം. പക്ഷെ അതിനകത്തൊരു റിസ്ക് എടുക്കാനുള്ള ധൈര്യം അദ്ദേഹം കാണിച്ചു. റിസ്ക് കർത്താവിന് വേണ്ടിയാണ് എടുത്തത്. പക്ഷെ ആ റിസ്ക് എടുത്തതിനെ കുറിച്ച് അദ്ദേഹത്തിന് ഖേദമില്ല, സന്തോഷമാണ്. അപ്പം ഇവിടുത്തെ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തന്നെ തുടരും. ഞാൻ ഈ ക്യാമ്പ് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ തുടരുമെന്നുള്ള വിചാരം കളഞ്ഞ് കേൾക്കുന്ന സന്ദേശങ്ങൾ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്താൻ വേണ്ടി എന്നെ കീഴ്പ്പെടുത്തി കൊടുക്കും എന്നുള്ള മനോഭാവത്തിലിരുന്നാൽ നമുക്ക് നന്മ വരും. അതിന് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ഞാനും വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. തലക്കെട്ട് കേട്ടല്ലോ, പാരസ്പര്യത്തിൻ്റെ തിരുവചനം എന്നൊക്കെ പറഞ്ഞാൽ സഭയിലെ ബന്ധങ്ങളെ സംബന്ധിച്ചാണ്. സഭയ്ക്ക് ആദ്യകാലത്തേക്കാൾ നമ്മുടെ ഇടയിൽ ആളുകൾ ഗൗരവം കൊടുക്കാത്തൊരു കാലമായി തീർന്നിരിക്കുകയാണ്. സഭയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതിനെ സംബന്ധിച്ചോ, സഭയിൽ ശുശ്രൂഷകൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചോ, എന്തിനെ സഭായോഗത്തിൽ പോകുന്നതിനെ സംബന്ധിച്ച് തന്നെ മുമ്പുള്ള ഗൗരവം ഇപ്പോൾ ആളുകൾക്കില്ല. ഞായറാഴ്ച വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നിസ്സാര കാര്യങ്ങൾ കൊണ്ട് സഭായോഗം മുടക്കുന്ന ഒരു പശ്ചാത്തലം പൊതുവെ സഭകളിലുണ്ട്. അത് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാണ്. ഒരു സഭയിലെ രണ്ട് സഹോദരന്മാരെ ഒരു ഞായറാഴ്ച രാവിലെ ചൂണ്ടയിടാൻ പോയി. അവർ ചൂണ്ടയിട്ടു. ഉച്ച കഴിഞ്ഞു, 2 മണി വരെയൊക്കെ ചൂണ്ടയിട്ടു. ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, നമുക്ക് സഭായോഗത്തിന് പോകായിരുന്നു, ഇവിടെ വന്ന് വെറുതെ വേസ്റ്റ് ചെയ്തു. അപ്പോൾ മറ്റവനെന്താ പറഞ്ഞെന്നറിയോ? ഞാനെന്തായാലും സഭായോഗത്തിന് പോകില്ല, എൻ്റെ ഭാര്യ വയ്യാതെ കിടക്കുകയാണ്. നിങ്ങൾക്ക് ധ്വനി കിട്ടിയല്ലോ അല്ലേ? സഭയിൽ പോകാത്തതിന് 100 കൂട്ടം കാരണങ്ങളുണ്ട്. സഭയിൽ പോകാതിരിക്കുന്നവർ പറയുന്ന എക്സ്ക്യൂസസ് ഉണ്ട്, സഭയുടെ വിമർശനമുണ്ട്. ഞാൻ ഈ ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു പുസ്തകം വായിച്ചു. പുസ്തകത്തിൻ്റെ പേര് വൈ വി ലവ് ദ ചർച്ച് എന്നാണ്. ഞങ്ങൾ സഭയെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു. അപ്പം അവർ അമേരിക്കയിൽ നടക്കുന്ന സഭയ്ക്കെതിരെ, അല്ലെങ്കിൽ സഭ വിട്ടുപോകുന്ന ആളുകളുടെ ന്യായങ്ങളും, പലരും സഭ വിട്ടുപോയിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ? ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാക്കുകയാണ്. ആരും പറയാനും ചോദിക്കാനൊന്നുമില്ല. ഒരുമിച്ച് കൊടുത്തു, ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങനെ
സഭ എന്നുള്ള സംവിധാനത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ടുള്ള ഒരു പ്രവണത ലോകവ്യാപകമായിട്ടുണ്ട്. നമ്മളുടെ ഇടയിലും അതുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്നാൽ ഈ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, സഭയിലെ ആളുകളെ പിടിച്ചു നിർത്തുന്ന കാര്യത്തിൽ സഭയിലെ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നല്ല ബന്ധങ്ങളുള്ള സ്ഥലത്ത് ആളുകൾ പോകും. ഇപ്പോൾ നമ്മുടെ വിഷയം അതാണ്, നല്ല ബന്ധങ്ങൾ സഭയിൽ എങ്ങനെ ഒരുക്കാം എന്നുള്ളതാണ്. സഭയിലെ പ്രശ്നങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ട്. ഈ പ്രശ്നങ്ങളുള്ളതിൻ്റെ പേരിൽ, വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, മറ്റ് വിഷയങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ സഭ വിട്ടു പോവുകയല്ല, സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൻ്റെ മാർഗങ്ങൾ എന്തെന്ന് അന്വേഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ആദ്യ സഭയിൽ തന്നെ പ്രശ്നമുണ്ടായിരുന്നില്ലേ? വിധവമാരെ വിതരണത്തെ സംബന്ധിച്ച്, വിധവമാർക്കുള്ള ശുശ്രൂഷയെ സംബന്ധിച്ച് പിറുപിറുത്തുന്ന നമ്മൾ വായിച്ചത്. കൊറിന്ത്യ സഭയിൽ പ്രശ്നമുണ്ടായിരുന്നു, നേതാക്കന്മാരുടെ പേര് പറഞ്ഞ പ്രശ്നമുണ്ടായിരുന്നു, അവരുടെ ദുർനടപ്പുണ്ടായിരുന്നു, അതിനെതിരെ ആക്ഷൻ എടുക്കാത്തതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കണമെന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ പാപികളായിട്ടുള്ള മനുഷ്യരല്ലേ, രൂപാന്തരം സംഭവിക്കാൻ വേണ്ടിയാണ് സഭയിൽ വന്നത്. പക്ഷേ രൂപാന്തരം അങ്ങനെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുകയില്ലല്ലോ. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ പേരിൽ സഭ വിട്ടു പോവുകയല്ല, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അന്വേഷിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പോൾ 3 തലക്കെട്ടിൽ ഇന്നത്തെ ചിന്തകൾ പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഭയിൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ അകന്നു പോകുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ് എന്നാണ് ഞാൻ അവതരിപ്പിക്കുക. ഒന്ന്, എന്താണ് സുവിശേഷം എന്നറിയാത്തത് കൊണ്ട്, സുവിശേഷത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട്. 2, എന്താണ് സഭ എന്നറിയാത്തത് കൊണ്ട്. 3, എന്താണ് സഭയുടെ ഭരണക്രമം എന്നറിയാത്തത് കൊണ്ട്. എന്താണ് സഭ, അല്ലെങ്കിൽ എന്താണ് സുവിശേഷം, എന്താണ് സഭ, എന്താണ് സഭയുടെ ഭരണക്രമം. നമുക്ക് ഓരോന്നായിട്ട് ചിന്തിക്കാം. എന്താണ് സുവിശേഷം? സുവിശേഷം എന്താ? നമുക്ക് ഏറ്റവും അറിയുന്ന വാക്യം തന്നെ വായിക്കാം. യോഹന്നാൻ 3:16. എന്താ സുവിശേഷം? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴിയാണ് സുവിശേഷം. നിത്യജീവൻ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് തീരുന്ന പരിപാടിയല്ല, നിത്യതയെ ദർശിക്കുന്ന, നിത്യതയെ കാണുന്ന ഒന്നാണ്. അപ്പസ്തോല പ്രവൃത്തി 10:43 പത്രോസ് പറയുന്ന വാക്യമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവരും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോൾ സുവിശേഷം കൊണ്ട് എന്താ കിട്ടുന്നത്? പാപമോചനം. റോമർ 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനമുണ്ടാകാനുള്ള മാർഗമാണ് സുവിശേഷം. നമുക്ക് ദൈവത്തോട് സമാധാനമില്ലായിരുന്നു. നമുക്ക് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് സമാധാനത്തിനുള്ള വഴി തുറക്കുന്നതാണ് സുവിശേഷം. റോമർ 8:1 അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധിയിൽ നിന്ന് മോചനം നേടാനായിട്ടുള്ള മാർഗമാണ് സുവിശേഷം. അപ്പോൾ നാം ശിക്ഷയ്ക്ക് പാത്രീഭൂതരായിരുന്നു, അല്ലെങ്കിൽ നരകശിക്ഷയ്ക്ക് അർഹരായിട്ടുള്ള ആളുകളായിരുന്നു. നമ്മെ അതിൽ നിന്ന് വിടുവിക്കുന്ന മാർഗമാണ് സുവിശേഷം. ഒരു വാക്യം കൂടി വായിക്കട്ടെ.
റോമർ 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. സുവിശേഷത്തിന് നന്മ ഭക്ഷണവും പാനീയവും ലഭിക്കലല്ല. ഭക്ഷണവും പാനീയവും അല്ല നമ്മുടെ പ്രധാന വിഷയങ്ങൾ. നമുക്കെന്താണ് പ്രധാന വിഷയങ്ങൾ? ദൈവം നമ്മെ നീതിമാനായി കണക്കാക്കുന്നതും ദൈവത്തോട് സമാധാനം ലഭിക്കുന്നതും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ലഭിക്കുന്നതുമാണ് സുവിശേഷം. അപ്പോൾ സുവിശേഷം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ സുവിശേഷത്താൽ ഉണ്ടാകുന്ന നന്മ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് രക്ഷിക്കപ്പെടുന്ന വരുന്ന കാലത്ത് ആളുകൾക്ക് ബോധമുണ്ട്. പാപമോചനവും രക്ഷയും നിത്യജീവനെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് മാറി നമ്മുടെ വിധവന്മാർ പിറുപിറുത്തതുപോലെ കാര്യങ്ങൾ നീങ്ങും. എൻ്റെ കാര്യം നോക്കിയില്ല, എന്നെ അന്വേഷിച്ചില്ല, എനിക്ക് പട്ടിണിയായിരുന്നപ്പോൾ ഭക്ഷണം കൊണ്ടു തന്നില്ല, എൻ്റെ വീട് ചോർന്നൊലിച്ചപ്പോൾ വന്നു നോക്കിയില്ല. എന്തിനു വേണ്ടി നിങ്ങൾ സുവിശേഷത്തിലേക്ക്, കർത്താവിൻ്റെ പരിപാടിയിലേക്ക് വന്നത്? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? നമുക്ക് നമ്മുടെ ഇടയിൽ സുവിശേഷം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൂടെ പ്രസംഗങ്ങൾ, ക്ലാസ്സുകൾ ആവശ്യമുണ്ട്. സുവിശേഷം പ്രാഥമികമായിട്ടും ഈ ലോകത്തിലെ ജീവിതത്തെ സംബന്ധിച്ചല്ല. ഇവിടെ വീട് വയ്ക്കുന്നതിനെ സംബന്ധിച്ചും ഇവിടെ ജോലി കിട്ടുന്നതിനെ സംബന്ധിച്ചും ഇവിടെ രോഗസൗഖ്യം കിട്ടുന്നതിനെ സംബന്ധിച്ചും അല്ല സുവിശേഷം. കർത്താവായ യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തത് നിത്യജീവനാണ്. ഈ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സഭകളിലെ അനേക വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ മാറും. സഭകളിലെ പ്രശ്നങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയട്ടെ. ഇവിടെ ആ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. സാമ്പത്തികമാണ്. തമ്മിലുള്ള സാമ്പത്തിക കൈമാറ്റങ്ങൾ, ഇടപാടുകൾ, പറഞ്ഞ സമയത്ത് കടം വാങ്ങിച്ച് തിരിച്ചു തരാത്ത പ്രശ്നങ്ങൾ, ഇതൊക്കെയല്ലേ പ്രശ്നങ്ങൾ. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഇവിടെ പറയുന്നില്ല. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് ഇതല്ല. നമ്മുടെ ഊന്നലും നമ്മുടെ ദർശനവും എവിടെയാണ്? ഇന്ന് ആളുകൾ സുവിശേഷത്തിലേക്ക് വന്ന് സഭയിലേക്ക് വന്ന് അതിനുശേഷം ഞായറാഴ്ച സഭായോഗത്തിന് പോകണം, ബാക്കി കാര്യങ്ങൾ നമുക്ക് കെട്ടിടം പണിയും നമുക്ക് ജോലി അന്വേഷണവും കാറ് വാങ്ങലും ഒക്കെ ആയിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ദൈവികമായിട്ടുള്ള ഒരു ദർശനം നമുക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇന്ന് ഈ മിഷൻസിനെ കുറിച്ചുള്ള ക്ലാസ് കേട്ടപ്പോൾ നമുക്കൊക്കെ എന്താ തോന്നിയെന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്കത് ആവേശം തരുന്നുണ്ടോ? ആ രീതിയിലേക്ക് നീങ്ങാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഒരു വശം, സുവിശേഷം ഒരു പാരസ്പര്യമുണ്ട്. അതിന് സുവിശേഷം ഒരു ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുന്ന ദൈവിക പരിപാടിയാണ്. നമുക്കെല്ലാവർക്കും ഒരു കാര്യം അറിയാം. എന്താ അറിയുന്നത്? ദൈവവുമായിട്ട് അറ്റുപോയ ബന്ധം പുനഃസ്ഥാപിക്കലാണ് സുവിശേഷം. ദൈവം നമ്മുടെ ശത്രുവായി തീർന്നത് നമ്മുടെ പാപം മൂലമാണ്. ദൈവത്തിനോടുള്ള ഈ നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചു പിടിക്കലാണ് സുവിശേഷമെന്ന് നമുക്കറിയാം. എന്നാൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടി സുവിശേഷത്താൽ പരിഹരിക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സുവിശേഷത്തിന് ഒരു മാനുഷിക ബന്ധ തലമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഒരു വേദഭാഗം വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർ 2:13 മുതൽ 18 വരെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളിപ്പോൾ മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങളിപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്, സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് ധരിപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും
സമീപത്ത് ഉള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവെങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഇവിടെ ഇരുപക്ഷം എന്നുള്ള വാക്ക് 4 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഇരുപക്ഷം പ്രാഥമികമായിട്ടും യഹൂദന്മാരും യഹൂദന്മാരല്ലാത്തവരും സംബന്ധിച്ചാണ്. അപ്പം ഇരുപക്ഷക്കാരെയും ഒരുമിച്ച് ചേർത്ത ചരിത്രമാണ് നമ്മൾ വായിച്ചത്. ഇരുപക്ഷക്കാർക്കും പിതാവിനോട്, സ്വർഗത്തിലെ ദൈവത്തിനോട് ശത്രുത്വം ഉണ്ടായിരുന്നു. അവർക്ക് തമ്മിലും ശത്രുത്വം ഉണ്ടായിരുന്നു. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ഇരുപക്ഷത്തെയും തന്നിലൊരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു. ഇരുപക്ഷത്തെയും ഏകശരീരത്താൽ ദൈവത്തോട് നിരപ്പിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവെങ്കിലേക്ക് പ്രവേശനം ലഭിച്ചു. അപ്പം യേശു ക്രിസ്തു മനുഷ്യരെ തമ്മിലും ചേർക്കാൻ വേണ്ടിയാണ് വന്നത്. ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ശത്രുത എന്ന് പറയുന്നത് യഹൂദന്മാരും യഹൂദന്മാരല്ലാത്ത ആളുകളും തമ്മിലാണ്. ഇവിടെ യഹൂദന്മാരാരും ഇല്ലല്ലോ, നമ്മളെല്ലാവരും യഹൂദന്മാരല്ലാത്തവർ ജാതികളെന്ന് പറയുന്ന ആളുകളാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ സഭകളിൽ പല ഗ്രൂപ്പുകളുണ്ട്. ഉദ്യോഗസ്ഥന്മാരുണ്ട്, സാമ്പത്തികമായിട്ട് ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരുണ്ട്, വെളുത്തവരുണ്ട്, കറുത്തവരുണ്ട്, അങ്ങനെ പലതരം ആൾക്കാരില്ലേ. ഈ ആളുകൾ സഭയിലേക്ക് വരുന്നതിന് മുമ്പ് സമൂഹത്തിലായിരുന്ന സമയത്ത് അവർ തമ്മിൽ അങ്ങനെ ഒരു തരാക്കരക്കാരായിട്ട് കാണുമായിരുന്നോ? സാമ്പത്തികമായിട്ട് വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അങ്ങാടിയിലിരുന്ന് പെട്ടിക്കട നടത്തുന്ന ആളെ തരാതരക്കാരനായിട്ട് കാണുമോ? പക്ഷെ സഭയിൽ വരുമ്പോൾ എന്താ വ്യത്യാസം? അവർ തുല്യരാണ്. നമുക്ക് ഗലാത്യലേഖനത്തിലെ വാക്യം വായിക്കാം. ക്രിസ്തു 3:27-28. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. അപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, സഭയിൽ ഭിന്നതകൾ ഉണ്ടാകുന്നത് പ്രാഥമികമായിട്ടും സുവിശേഷത്തിൻ്റെ ഈ സാമൂഹ്യ വശം അല്ലെങ്കിൽ പാരസ്പര്യം മനസ്സിലാക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്. വലിയ പ്രൗഢിയുള്ള സ്ഥാനത്ത് നിന്നുള്ള രക്ഷിക്കപ്പെട്ടു വന്നാലും തീരെ ദരിദ്രമായിട്ടുള്ള സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും താഴേക്കിടയിൽ കിടക്കുന്ന ഒരു ആൾ രക്ഷിക്കപ്പെട്ടു വന്നാലും അവർ തൊട്ടടുത്ത സീറ്റിലിരിക്കാവോ? തമ്മിൽ കൈ പിടിക്കാവോ? ചേർത്ത് പിടിക്കാവോ? അത് സാധിക്കണം. ഇത് സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. ഇത് ഉൾക്കൊള്ളാത്തവൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഒരു പൊതു സംശയം പറഞ്ഞാൽ എന്താ പറയാനുള്ളത്? ദൈവം വിളിക്കുന്ന പേരെന്താ? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എല്ലാവരും. പിന്നെ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താൽ. അപ്പം ഈ സഭയിലെല്ലാവരും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിൽ നോട്ടത്തിൽ തുല്യരാണെന്നുള്ള വസ്തുത നമ്മൾ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല. ഓരോരുത്തരുടെ പ്രത്യേകതകൾ കൊണ്ട്, സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ഒക്കെയാണ് നമ്മൾ ആളുകളെ പലപ്പോഴും സ്വീകരിക്കാത്തത്. അവനവിടെ കൂടിയാൽ ശരിയാവില്ല എന്നൊക്കെ ചിന്തിക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. അപ്പോൾ ഒന്നാമത്തെ വിഷയം ഇതാണ്, സുവിശേഷം എന്തെന്ന് അറിഞ്ഞിരിക്കുക. 2 കാര്യമാണ് സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞത്. സുവിശേഷം പ്രാഥമികമായിട്ടും ഭൗതികതയുമായി ബന്ധപ്പെട്ടതല്ല, ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ദൈവത്തോടുള്ള ശത്രുത്വം മാറി നിത്യജീവൻ പ്രാപിച്ച് സമാധാനമുണ്ടാകുന്നതാണ്. അത് ഭക്ഷണവും പാനീയവും സംബന്ധിച്ചുള്ളതല്ല. 2ാമത്തെ കാര്യം, സുവിശേഷം എല്ലാവരെയും തുല്യരാക്കും. നമ്മളുടെ സഭയിലുള്ള എല്ലാവരെയും ഒരേപോലെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനുമായിട്ടുള്ള സമ്മതം നാം സുവിശേഷം സ്വീകരിച്ചപ്പോൾ
അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഒന്നാക്കി ചേർത്തു എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ രണ്ട് പ്രശ്നവും പരിഹരിച്ചാൽ തന്നെ സഭയിലെ പ്രശ്നങ്ങൾക്ക്, ഭിന്നതകൾക്ക് ധാരാളം പരിഹാരം ഉണ്ടാകും. രണ്ടാമത്തെ, സഭ എന്താണെന്നുള്ള ചോദ്യമാണ്. സഭ എന്താണ് എന്ന് വിവരിക്കാനായിട്ട് ലേഖനങ്ങളിൽ ധാരാളം ബിംബങ്ങൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഭ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും എന്താ മറുപടി പറയുന്നത്? നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ചിത്രം എന്താ സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമെന്ന് പറയും, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമെന്ന് പറയും. പക്ഷെ ആ ചിത്രം അത്ര സഹായകമല്ല. ബൈബിളിൽ ധാരാളം ചിത്രങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചിത്രം ഒരു ശരീരം, കർത്താവ് തലയായിരിക്കുന്ന നമ്മളെല്ലാവരും കർത്താവിൻ്റെ ശരീരമാകുന്ന ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ പോലെയുള്ളവരാണ്. നമുക്ക് 1 കൊരിന്ത്യർ 12-13 വാക്യങ്ങൾ വായിക്കാം. ഞാനൊരു ആധുനിക വിവർത്തനത്തിലാണ് വായിക്കുന്നത്. പല അവയവങ്ങളുണ്ടെങ്കിലും ശരീരം ഒന്നായിരിക്കുന്നത് പോലെയും പല അവയവങ്ങൾ ചേർന്ന് ഒരു ശരീരം രൂപപ്പെടുന്നത് പോലെയും തന്നെയാണ് ക്രിസ്തുവിൻ്റെ ശരീരം സംബന്ധിച്ച്. നാം യഹൂദരോ ഗ്രീക്കുകാരോ അടിമകളോ സ്വതന്ത്രരോ ആരുമായിക്കൊള്ളട്ടെ, ഒരൊറ്റ ശരീരമായി രൂപപ്പെടാൻ നാം എല്ലാവരും ഒരേ ആത്മാവിനെ സ്നാനമേറ്റവരും പാനം ചെയ്യുവാൻ ഒരേ ആത്മാവ് നൽകപ്പെട്ടവരുമായിരിക്കും. വേറെ തരത്തിൽ ചിന്തിച്ചാൽ സഭയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരിടത്ത് കണ്ടാലും മതി. ഇത് ക്രിസ്തുവാണ്. കൈയും കാലും മൂക്കും നാക്കും ഒക്കെ എന്താണ്? ഓരോ മെമ്പേഴ്സാണ്. ഇങ്ങനെ നമ്മെ ചേർത്തത് പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള വലിയ പ്രവർത്തനത്താലാണ്. ഈ പരിശുദ്ധാത്മ പ്രവർത്തനം എൻ്റെ സമ്മതത്തോടു കൂടി എന്നോട് ചോദിച്ച് ചെയ്തതല്ല. ഞാൻ സഭയിൽ രക്ഷിക്കപ്പെട്ടു വരുന്ന സമയത്ത് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ശരീരത്തിലെ അവയവങ്ങൾ എന്നുള്ള നിലയിൽ സഭയിലെ വിവിധ അംഗങ്ങൾ തങ്ങളെ തന്നെ കാണാൻ തുടങ്ങിയാൽ ഭിന്നതയുടെ പ്രശ്നമില്ല. സഭയിലെ പ്രശ്നങ്ങൾ എന്താ? നീയോ വലുത്, ഞാനോ വലിയത്, നിൻ്റെ മിനിസ്ട്രിയോ വലുത്, എൻ്റെ മിനിസ്ട്രിയോ വലുത്, ഇതൊക്കെയല്ലേ പ്രശ്നം. നമുക്ക് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 12-ാം അധ്യായത്തിൽ 14-15 ആദ്യം വായിക്കാം. അങ്ങനെയാണ്. അതുകൊണ്ട് ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണല്ലായകൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോരും വഴക്കാണ്. എനിക്ക് കയ്യാവണം, കാല് പറയാണ് എനിക്ക് കയ്യാവണം. കയ്യിലാണ് കൂടുതൽ അംഗീകാരം കിട്ടുന്നത്. പ്രസംഗിക്കുമ്പോൾ എൻ്റെ കാലത്തെ പിള്ളേർ കാണുന്നില്ലല്ലോ, കയ്യല്ലേ കാണുന്നത്. എനിക്ക് കയ്യാവണം. പക്ഷേ എന്നെ കയ്യോ കാലോ മൂക്കോ നാക്കോ ആക്കി നിയമിച്ചത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. തൻ്റെ ഇഷ്ടപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഈ വരങ്ങൾ നൽകിയത്. ഈ വരങ്ങളെക്കുറിച്ചാണെന്ന് നമുക്കറിയാം. ഇതിനെക്കുറിച്ചൊന്നും വിശദമായി പറയാനായിട്ട് നമ്മുടെ ഈ സെഷനിൽ നമുക്ക് സമയമില്ല. അപ്പോൾ എനിക്ക് സഭയിൽ ഒരു റോള് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ണാണെങ്കിൽ കണ്ടാൽ പോരെ, ചെവിയാണെങ്കിൽ കേട്ടാൽ പോരെ, കൈയാണെങ്കിൽ കൈയിൻ്റെ പ്രവർത്തനം നമുക്കറിയാം, കാലിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഓരോ അവയവത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിശ്വാസികളെന്ന് പറയുന്നത് അവർ കൈയാണോ കാലാണോ മൂക്കാണോ നാക്കാണോ എന്ന് തിരിച്ചറിയാത്ത ആൾക്കാരാണ്. സഭയിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവരാണ് സഭയെ വിമർശിക്കുന്നത്, അവരാണ് ഭിന്നതകൾ ഉണ്ടാക്കുന്ന ആളുകൾ. സഭയ്ക്ക് വേണ്ടി, സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും അധ്വാനം
ശുശ്രൂഷ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ പ്രശ്നക്കാരാവില്ല, അവർ വഴക്കുണ്ടാക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അംഗമായിരിക്കുന്ന സഭയിൽ സഭയുടെ നന്മയ്ക്ക് വേണ്ടി എന്താ നിങ്ങൾ ചെയ്യുന്നത്? എന്ത് പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് സഭയ്ക്ക് എന്ത് ഉന്നതിയുണ്ടായി, പുരോഗതി ഉണ്ടായി എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പരസ്യമായിട്ട് കാണുന്ന വിധത്തിലുള്ള ശുശ്രൂഷകളൊന്നും എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല. ഈ ക്യാമ്പിൻ്റെ കാര്യം ചിന്തിക്കുക. കയറിയെന്ന് പ്രസംഗിക്കുന്നവർക്കല്ലേ ശ്രദ്ധയൊക്കെ കിട്ടുന്നത്. പക്ഷെ അടുക്കളയിൽ കുറേ പേര് പണിയെടുക്കുന്നുണ്ട് അവിടെ. അവർ പണിയെടുത്തില്ലെങ്കിൽ കാണാമായിരുന്നു എന്ന് മാത്രമല്ല, അവർ വേണ്ട ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എല്ലാവരും എന്നെ വിളിക്കും, പിന്നെ ആശുപത്രിക്ക് ഓടുകയും ചെയ്തേനെ. അപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് കയ്യടി കിട്ടുന്നുണ്ടോ, അംഗീകാരം കിട്ടുന്നുണ്ടോ, നമ്മളെ കേമന്മാരെന്ന് പറയുന്നുണ്ടോ എന്നുള്ളതല്ല. എനിക്ക് ഈ സഭയിൽ ചെയ്യാനായിട്ട് ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയിലെ കയ്യോ കാലോ മൂക്കോ നാക്കോ, നമുക്ക് ഈ ആത്മവരങ്ങളെക്കുറിച്ചൊന്നും വിശദമായി ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല. അത്ഭുതവരങ്ങൾ അല്ലെങ്കിൽ അതിശയവരങ്ങൾ അല്ലെങ്കിൽ അടയാളവരങ്ങൾ, അപ്പസ്തോലിക കാലത്തുണ്ടായിരുന്ന വരങ്ങൾ നിന്നുപോയി എന്ന് നമുക്കറിയാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വരങ്ങളെക്കുറിച്ചൊരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇന്നത്തെ കാലത്തേക്ക് ഏറ്റവും പ്രസക്തമായിട്ടുള്ള വരങ്ങളുടെ ലിസ്റ്റ്. അതും വിശദമായി പറയാൻ നമുക്ക് സമയമില്ല. പ്രവചനം, ശുശ്രൂഷ, ഉപദേശം, പ്രബോധനം, ദാനം ചെയ്യൽ, ഭരണം, കരുണ ചെയ്യൽ, ഇങ്ങനെയൊക്കെയാണ് അവിടെ വരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒറ്റ കാര്യം ഞാൻ പറയാം. നമുക്ക് കൊരിന്ത്യർ ലേഖനം തന്നെ 14-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കാം. അവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പിൻ. ശ്രദ്ധിച്ചോ? ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ. എൻ്റെ വരം എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് എൻ്റെ വരം അറിയാത്തതുകൊണ്ട് എനിക്ക് സഭയിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് വിചാരിച്ചിരിക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. സഭയുടെ ആത്മീക വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പിൻ. സഭയുടെ വിശുദ്ധന്മാരുടെ ആത്മീയ നന്മ വളർച്ചയ്ക്ക് വേണ്ടി എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അന്വേഷിച്ച് ചെയ്താൽ മതി. ഇനി സംശയം ഉണ്ടെന്നാൽ, അങ്ങനെ പ്രവർത്തിച്ചിട്ട് നിങ്ങൾക്ക് സംശയം വന്നാൽ സഭയിലെ മൂപ്പന്മാരോടോ നേതാക്കന്മാരോടോ ചോദിച്ചാൽ അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പം സഭ ഒരു ശരീരമാണ്. ഞാൻ ഈ ശരീരത്തിൻ്റെ ഭാഗമാണ്, ഞാൻ പുറത്തുള്ളവനല്ല. ഞാൻ ഈ ചക്കോൾസ് എന്നും പറഞ്ഞ് പേര് കേട്ട ഒരു സുവിശേഷകനും ഗ്രന്ഥകാരനൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വായിച്ച പുസ്തകം എഴുതിയ ആൾ ചെന്ന് ഒരു ദിവസം ചോദിച്ചു, നിങ്ങൾ ഞായറാഴ്ച എവിടെയാണ് സഭയിൽ പോകുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ചോദ്യം തന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഏത് സഭയിലാണ് പോകുന്നത് എന്നുള്ള ചോദ്യം ശരിയല്ല, അതെനിക്കിഷ്ടമല്ല. ഞാനൊരു സഭയിൽ പോകുന്ന ആളല്ല, ഞാനൊരു സഭയിലെ അംഗമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഞായറാഴ്ച ബൈബിള് കൊണ്ട് എവിടെയാണ് പോകുന്നത്? സഭയിലാണോ പോകുന്നത്? ഇവിടെ കൂടുന്നതാണോ സഭ? സഭ ഒരു ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ കൈ മുറിച്ച് മാറ്റിയിരിക്കുമോ? സഭയിലെ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ എന്തുമാത്രം സേവന മനസ്കതയും ശ്രദ്ധയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? കൈ കാലൊക്കെ മുറിഞ്ഞിട്ട് ആശുപത്രിയിലെ ക്ലിനിക്കിലെ രോഗികളെ കൊണ്ടുവരും. അപ്പം ഞാൻ പറയും, ഇത് തുന്നിടണം. തുന്നിട്ടാൽ ചെറിയ കലയൊക്കെ ഉണ്ടാവും. കലയുണ്ടാവും ഡോക്ടറെ, കലയില്ലാതെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, തീരെ കലയില്ലാതെ ചെയ്യണമെങ്കിൽ ബേബിയിലോ വിംസിലോ മൈത്രയിലൊക്കെ പോയിട്ട് പ്ലാസ്റ്റിക് സർജറിയെ കൊണ്ട് ചെയ്യിക്കണം. അത് വേണ്ട ഡോക്ടർ, അതിന് ഞങ്ങൾക്ക് പ്രാപ്തിയില്ല. സാറ് ആവുന്ന വിധത്തിൽ നന്നായി ചെയ്യണം. ഇതെന്ത് തല മുറിഞ്ഞതിന്, തലയിൽ ഇവിടെ മുറിഞ്ഞതിന്, കൈ ഇവിടെ മുറിഞ്ഞതിന്, ശരീരത്തിന് ഒന്നിച്ചെന്താ എത്ര വലിയ കൺസേൺ ഭാരം. മറ്റൊരു കാര്യം കണ്ടിട്ടുള്ളത്, ഒരു സഭയിലെ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ. ഈ ആശുപത്രിയിൽ, ഇവിടെയല്ല, നിർമ്മലാശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും
ഈ രക്തക്കൊഴലുകൾ അടഞ്ഞിട്ട് കാലിൻ്റെ ഒരു വിരലോ അല്ലെ 2 വിരലൊക്കെ കറുത്ത് വരും. കറുത്ത് വന്നാൽ അതിൻ്റെ അടുത്ത് അത് ചത്തത് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ല. അപ്പം ഞങ്ങൾ പറയും ഇത് മുറിച്ച് കളയണമെന്ന്. അയ്യോ ഡോക്ടറെ, വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് മുറിച്ച് കളയല്ലേ എന്ന് പറയും. എന്തൊരു കാര്യത്തിലാണ്. ഒരിക്കൽ ഞാനിപ്പോഴും ഓർക്കൊണ്ട് നിർമ്മല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു രോഗിയുടെ കാല് മുറിച്ച് കളയേണ്ട സ്ഥിതി വന്നു. മുട്ടിന് കീഴേ മുറിച്ച് കളയാനാണ് അന്ന് ജോലി ചെയ്തിരുന്ന ഡോക്ടർ അനിയൻ പറഞ്ഞത്. അയ്യോ പറ്റില്ല ഡോക്ടറെ, ഞങ്ങൾ വേറെ ആളോട് അഭിപ്രായം ചോദിക്കട്ടെ എന്ന്. അപ്പോൾ VJ നായർ എന്ന് പറഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സർജറി പ്രൊഫസറായിരുന്ന സാറിൻ്റെ അടുത്ത് അവർ പോയി കാണിക്കുമെന്ന് പറഞ്ഞു. അവർ ചെന്ന് കാണിച്ചു, സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. സാറ് പറഞ്ഞ് എത്രയും വേഗം മുറിച്ച് കളയണം, മുട്ടിന് മീതെ വെച്ച് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. എന്തൊരു സങ്കടമായി പോയെന്നറിയാം. അപ്പോൾ പ്രയോജനമില്ല എന്ന് വിചാരിക്കുന്ന ഒരു അവയവം നമുക്കില്ല. ഈ അവയവത്തിലേക്കൊക്കെയും ഇത് കറുത്ത് പോയി തീർന്നതെന്ന് അറിയാം. ഈ കണക്ഷൻ പോയതാണ്ട. തലയായിട്ടുള്ള കണക്ഷൻ നിലനിർത്തി, തമ്മിലുള്ള ബന്ധവും നിലനിർത്തി ഒരുമയിൽ പോകാൻ സാധിച്ചാൽ സഭ മനോഹരമായിട്ടൊരു അനുഭവമാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ KSR സാറിനെ കുറിച്ച് പറഞ്ഞല്ലോ. സഹോദരന് കിട്ടിയിരിക്കുന്ന മിനിസ്ട്രി ചെയ്യുന്നതിൽ വളരെ ഉത്സാഹമുള്ളവനാണ്. അത് ആവേശമുളവാക്കുന്നു. തൻ്റെ ശുശ്രൂഷ കൊണ്ട് പലർക്കും നന്മയുണ്ടാകുന്നത് കണ്ടത് എനിക്ക് വളരെ ആത്മസംതൃപ്തിയുണ്ട്. സഭയിൽ വെറുതെ ഇരിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. ഇപ്പം ഈ ക്ലാസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കുറേ ബന്ധപ്പെട്ട എല്ലാവരും ബന്ധപ്പെട്ട ക്ലാസ് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ ഈ ക്ലാസ് പഠിപ്പിക്കുന്നത് കൊണ്ട് വിശുദ്ധന്മാർക്ക് നന്മയുണ്ടാകും, അവരുടെ ആത്മീയ ജീവിതം ഉത്സാഹം പ്രാപിക്കുന്ന ഉള്ള ഒരു അറിവും പ്രതീക്ഷയും ഈ ക്ലാസ്സിന് വേണ്ടി അധ്വാനിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. എന്നെ മാത്രമല്ല, ബാക്കി സഹോദരന്മാരെയും. പ്രിയപ്പെട്ടവരെ, സഭയെന്ന് ചിന്തിക്കുമ്പോൾ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുക. ശരീരത്തിൽ പ്രയോജനമില്ലാത്ത ഒരു അവയവവുമില്ല. എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം നമ്മളിട്ട് കാണുമില്ല. ആട്ടിൻ്റെ പ്രവർത്തനം നിങ്ങൾ കാണുന്നുണ്ടോ? ആട്ടിനെ സ്റ്റൈല് കാണിച്ച് നിൽക്കാനായിട്ട് സാധിക്കുമോ? അപ്പോൾ എൻ്റെ പ്രവർത്തനം കാണുന്നില്ലെങ്കിലും അത് പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം പറഞ്ഞ്, സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും ഓരോ അവയവങ്ങളും ഓരോ മെമ്പേഴ്സാണെന്നും ഓരോ അവയവത്തിനും ജോലിയുള്ളതുപോലെ എനിക്കും ഇവിടെ ഒരു ജോലിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഭിന്നതയ്ക്ക് പ്രശ്നമില്ല, വഴക്കുകളില്ല, പ്രശ്നങ്ങളില്ല. അപ്പോൾ നിങ്ങൾ ആ രണ്ടാമത്തെ പോയിൻ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ പോയിൻ്റ് സുവിശേഷം എന്തെന്നറിയാത്തതാണ് ആളുകൾ സഭയിൽ വഴക്കുണ്ടാക്കാനുള്ള കാരണം. ഒന്നാമത്തെ പോയിൻ്റ് ഞാൻ പറഞ്ഞത് സുവിശേഷം ആത്മീയമായിട്ടുള്ള ഒരു അനുഗ്രഹ വഴിയാണ്, ഭൗതിക അനുഗ്രഹത്തിൻ്റെ വഴിയല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. 2, പാരസ്പര്യം. ശത്രുത, ദൈവവുമായിട്ടുള്ള ശത്രുത നീക്കുന്നത് മാത്രമല്ല, മനുഷ്യർ തമ്മിലുള്ള ശത്രുത നീക്കി ഒന്നിച്ച് ഒരു കുടുംബമായിട്ട് തീർക്കുന്ന ദൈവിക പരിപാടിയാണ് സുവിശേഷം. രണ്ടാമത് ചിന്തിച്ചത് സഭ എന്താണ് എന്നുള്ള കാര്യമാണ്. സഭ എന്താണ്? വേറെ ചിത്രങ്ങളൊക്കെ കളഞ്ഞു. ഒരു ശരീരമാണ്. എനിക്കിവിടെ എന്തോ ജോലി ചെയ്യാനുണ്ട്. ആ ജോലി ചെയ്യാൻ തത്രപ്പെടുന്ന, ഉത്സാഹിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. ആ ജോലി ചെയ്യുന്നത് എനിക്ക് സംതൃപ്തി നൽകും. ആ ജോലി മുഖാന്തരം സഭയ്ക്ക് നന്മ വരുന്നത് കണ്ട് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ടാകും. മൂന്നാമത്തെ ഒരു തലക്കെട്ട് കൂടി ചർച്ച ചെയ്തിട്ട് ഞാൻ എൻ്റെ സന്ദേശത്തിൽ നിന്ന് വിരമിക്കാം. സഭയുടെ ഭരണക്രമം എന്താണ്? സഭയ്ക്കൊരു ഭരണക്രമമുണ്ടോ? സൗകര്യമുള്ളപ്പോൾ വരുന്നു, സൗകര്യമുള്ളപ്പോൾ പോകുന്നു.
സഭയിലെ മൂപ്പന്മാരും ഒക്കെ പറയുന്നത് കേൾക്കണമെങ്കിൽ കേൾക്കാം, കേൾക്കുന്നില്ല കേൾക്കണ്ട, അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ടോ? നമ്മൾ അപ്പസ്തല പ്രവൃത്തികളിലൊക്കെ വായിക്കുമ്പോൾ പട്ടണം തോറും മൂപ്പന്മാരെ നിയമിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാം മിഷണറി ജേണിയുടെ അവസാന ഭാഗത്ത് തന്നെ പൗലോസ് ഭരണവാസം ചേർന്ന് മൂപ്പന്മാരെ നിയമിച്ചു. ലീഡേഴ്സ് ഉള്ളൊരു സിസ്റ്റമാണ് സഭ. ലീഡേഴ്സ് ഉള്ളതാണോ നല്ലത്, ലീഡേഴ്സ് ഇല്ലാത്തതാണോ നല്ലത്? ഇതിപ്പോൾ എല്ലാ ലീഡേഴ്സിനും തകർക്കുന്നൊരു പ്രസ്ഥാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ ടീച്ചേഴ്സിനെ കയറി തല്ലുന്ന പിള്ളേരാണ് നമ്മൾ ഇവിടെ കണ്ടുവന്നിരിക്കുന്നത്. ടീച്ചേഴ്സൊക്കെ പേടിച്ചാണ് ജോലി ചെയ്തത്. പണ്ട് സഹോദരിമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജോലിയായിരുന്നു സ്കൂൾ ടീച്ചർ. ഇപ്പോൾ പേടിച്ചാണ് ജോലി ചെയ്തത്. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത്, പരീക്ഷ നടക്കുകയാണ്, എടാ പിള്ളേരെ പരീക്ഷ നടക്കാറായി, ക്ലാസ്സിൽ കയറിയിരിക്കുന്നു പറഞ്ഞപ്പോൾ 4 ചീത്തവൻ്റെ അടി കൊടുത്തെന്നാണ് പറഞ്ഞ സാറിന്. ഇതാണ് നമ്മുടെ നാട്. അപ്പം ഈ സംസ്കാരം സഭയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊരു ക്ലാസ് നമുക്ക് പിന്നീടുണ്ട്. ഒരു സഭയിൽ ലീഡേഴ്സ് ഉള്ളതാണോ ഇല്ലാത്തതാണോ നല്ലത്? തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ മൂപ്പന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. 1 തിമോഥെയോസ് 3:15 വാക്യം, താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിനെ ഇത് എഴുതുന്നു എന്ന് നാം വായിക്കുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം. സഭയെക്കുറിച്ച് വേറെ ചിത്രമാണ്. ദേവാലയം, ദൈവത്തിൻ്റെ മന്ദിരം, ആരാധനാ സ്ഥലം. ആരാധനാ സ്ഥലം എന്ന് പറയുന്നത് കൂടി വരുന്ന സമയത്തെക്കുറിച്ചല്ല, സഭ ഒന്നിച്ചൊരു ആരാധനാ സ്ഥലമാണ്. അവിടെ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് നീ അറിയേണ്ടതിന് അതിനെക്കുറിച്ചൊരു പ്രമാണമുണ്ട്, ചിട്ടയുണ്ട്. തോന്നിയ പോലെ നടക്കാനായിട്ട് അനുവാദമുള്ള സ്ഥലമല്ല സഭ. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന് സഭയിലെ നേതാക്കന്മാരോട് പറയാനുണ്ട്, 2 സഭയിലെ അംഗങ്ങളോട് പറയാനുണ്ട്. ആദ്യം ആരോടെ പറയണ്ടേ? നേതാക്കന്മാരോട് പറയാമല്ലേ? നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരാണെന്ന് നിങ്ങളറിയണം. നിങ്ങളെ ആരാണ് നിയമിച്ചതെന്ന് അറിയണം. സഭകളിൽ മൂപ്പന്മാർ വേണം. മൂപ്പന്മാരെ നിയമിക്കേണ്ട വിധത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. 1 കൂടുതൽ മൂപ്പന്മാർ വേണം, എങ്കിലേ സഭകൾ നന്നാകുള്ളൂ. നമുക്ക് ചില വാക്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളി. ആരാ നിയമിച്ചത്? മൂപ്പന്മാരോടും മൂപ്പന്മാരാകാൻ പരിഗണിക്കുന്നവരോടും അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്നവരോടും പറയുകയാണ്, അധ്യക്ഷന്മാരാക്കി വെച്ചത് പരിശുദ്ധാത്മാവാണ്. സഭയല്ല മൂപ്പന്മാരെ ആക്കി വയ്ക്കുന്നത് കേട്ടോ, അത് വിചാരിക്കരുത്. സഭയിലെ മൂപ്പന്മാരെ ആക്കി വയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളി. അപ്പം ആട്ടിൻകൂട്ടം ആരുടെയാ? ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ്. ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിപ്പാൻ, മേയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭക്ഷണം കൊടുക്കുക, സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഗൈഡ് ചെയ്യുക, നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സഭയിലെ മൂപ്പന്മാർ വളരെ ഗൗരവമേറിയ ജോലി ചെയ്യുന്നു. അവരെ ആക്കി വെച്ചത് കർത്താവാണ്, പരിശുദ്ധാത്മാവാണ് ആക്കി വെച്ചത്. അവർ വേയിക്കുന്നത് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെയാണ്. അപ്പോൾ അവരുടെ ജോലിയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ പറയാം. 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമുക്ക് വാക്യങ്ങളൊക്കെ അധികം എടുക്കാതെ മുന്നോട്ട് പോകാം. നന്നായി ഭരിക്കുന്ന മൂപ്പൻ, അതുപോലെ തന്നെ വചനത്തിൽ
ഉപദേശത്തിൽ അധ്വാനിക്കുന്ന മൂപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നന്നായി ഭരിക്കണം, സഭയിലെ എല്ലാവരെയും നന്നായി കൊണ്ടു നടക്കണം. 2, വചനം പഠിപ്പിക്കണം. വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കണം മൂപ്പന്മാർ. എന്തിനാ അധ്വാനിക്കുന്നത്? എന്തെങ്കിലും കൊടുക്കണ്ടേ? പട്ടിണി കിടത്തി വിട്ടാൽ ചത്തുപോകില്ലേ, അല്ലെങ്കിൽ രോഗം വരില്ലേ? സഭയിലെ വിശുദ്ധന്മാർ ആഹാരം കൊടുക്കണം, നല്ല പൊട്ടി വയ്ക്കുന്ന ആഹാരം കൊടുക്കണം. അത് മൂപ്പന്മാരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ എബ്രായർ 13:17 പറയുന്നൊരു കാര്യം, അവർ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാണ്, കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ് എന്നൊക്കെ വായിക്കുന്നു. ആത്മാക്കളെക്കുറിച്ച് കരുതലും ഭാരവുമുള്ളവരായിരിക്കണം സഭയിലെ മൂപ്പന്മാർ. ഈ മൂപ്പൻ എന്നുള്ള ജോലി ഒരു ഫുൾ ടൈം ജോബാണെന്ന് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ മൂപ്പന്മാരാരും ഫുൾ ടൈം ജോലി ചെയ്യുന്ന ആളുകളല്ല. അവരുടെ സാധാരണ ജോലിയുടെ കൂടെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അത് അവരുടെ ഉത്തരവാദിത്തം കുറയ്ക്കുന്നില്ല. കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ആരുടെ ആട്ടുംകൂട്ടത്തെയാണ് നയിക്കുന്നത്? ദൈവത്തിൻ്റെ ആട്ടുംകൂട്ടത്തെയല്ലേ? നമ്മളെ പണിക്ക് നിയമിച്ചല്ലേ? ഈ പണിക്ക് വെച്ചിരിക്കുന്ന ആളുകളോട് പണിക്ക് വിളിച്ചിട്ട് പണി വരെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കൂലേ? കർത്താവ് ചോദിക്കുമെന്നാണ്. അപ്പം അതുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കണമെന്നാണ് പറഞ്ഞു. ഓരോ ആത്മാക്കളെക്കുറിച്ചും ഭാരവും ചിന്തയും അവരെ വേണ്ട വിധത്തിൽ വളരുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ വിശുദ്ധന്മാരെക്കുറിച്ചുള്ള പ്രതീക്ഷ നമുക്കറിയാം. കൊലോസ്യർ 1:28-29 നമ്മൾ വായിക്കുന്നത്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യരെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഒറ്റ വാക്ക് ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടത്. മൂപ്പന്മാരെ, നേതാക്കന്മാരെ, എല്ലാ സഭകളിലും മൂപ്പന്മാരെ വേണ്ടത്ര ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം പറയാം, സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച് പ്രതീക്ഷ അവർ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കണമെന്നാണ്. അപ്പോൾ അതിനുള്ള പരിശീലനം അവർക്ക് നൽകാനായിട്ട് സാധിക്കണം. മൂപ്പന്മാർക്ക് ബഹുമാനം കൊടുക്കുന്നതിനെക്കുറിച്ചും പ്രതിഫലം കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ അധികം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം പറയാം. മൂപ്പന്മാർക്കൊരു പ്രതിഫലമുണ്ട്. ആരെ കൊടുക്കുന്ന പ്രതിഫല? ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അവർ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. സ്വർഗീയമായിട്ടുള്ളൊരു പ്രതീക്ഷ എല്ലാ മൂപ്പന്മാർക്കും ആകാം. എല്ലാ മൂപ്പന്മാർക്കെന്ന് വെച്ചാൽ വേണ്ടതുപോലെ അധ്വാനിക്കുന്ന മൂപ്പന്മാർക്ക്. ഇടയ ശ്രേഷ്ഠൻ ആരാ? നമ്മുടെ മഹാ ഇടയനാരാ? മാർപ്പാപ്പിയും പൂപ്പൊന്നുമല്ല. ആരാ? കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രത്യക്ഷനാകുമ്പോൾ കർത്താവ് ഒരു ദിവസം വരും, തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. സഭാംഗങ്ങളോട് 2 വാക്കുകൂടി പറഞ്ഞിട്ട് എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാം. സഭാംഗങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എബ്രായർ 13:17 പറയുന്നത്, അവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണമെന്നാണ്. മൂപ്പന്മാരാരാണ്? ദൈവം നിയമിച്ചാക്കിയ, സഭയെ നയിക്കാൻ വേണ്ടി നിയമിച്ചാക്കിയ ഇടയന്മാരാണ്. അവർക്ക് അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. അപ്പോൾ അവിടെ പറയുന്ന അവരത് സങ്കടത്തോടെ ഞെരുക്കത്തോടെ ചെയ്യാൻ ഇടയാക്കരുത്, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല എന്നാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ ഒക്കെ രേഖയുണ്ട് പ്രിയപ്പെട്ടവരെ. മൂപ്പന്മാരോട് സ്വീകരിക്കുന്ന സമീപനത്തിന് രേഖ കർത്താവ് എഴുതുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് നന്നല്ല എന്ന് നമ്മൾ വായിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. 1 തിമോഥെയോസ് 5:19. ഇങ്ങനെയാണ് വാക്യം: 2-3 സാക്ഷികൾ മുഖേന അല്ലാതെ ഒരു മൂപ്പൻ്റെ നേരെ അന്യായം എടുക്കരുത്. മൂപ്പന്മാർക്കെതിരെ കെയർലെസ് ആയിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കരുത്. അത് ഗൗരവമുള്ള കാര്യമാണ്. 2-3 സാക്ഷികളുടെ വായ്മൊഴി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള തെളിവ് സ്വീകരിക്കാൻ പറ്റിയ മാന്യന്മാരുടെ തെളിവുണ്ടെങ്കിൽ ആരോപണം ഉന്നയിക്കാൻ പാടുള്ളൂ. വെറുതെ ഉഴപ്പി മൂപ്പന്മാരെ കുറിച്ച് അതൊന്നും പറയരുത്. ചുരുക്കി പറഞ്ഞാൽ മൂപ്പന്മാരുടെ അധികാരത്തെ സഭാംഗങ്ങൾ അംഗീകരിക്കണം.
അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ്. മൂപ്പന്മാർക്ക് തങ്ങളുടെ ജോലി ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കണം. ശിക്ഷണം വേണ്ടി വരും, തിരുത്തൽ വേണ്ടി വരും, ശാസന വേണ്ടി വരും, പ്രബോധനം വേണ്ടി വരും. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ അത് ചെയ്യാനായിട്ട് മൂപ്പന്മാർക്ക് സാധിക്കണമെങ്കിൽ മൂപ്പന്മാർ തങ്ങളുടെ സ്ഥാനം, പദവി, ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കണം. സഭാംഗങ്ങളും മൂപ്പന്മാർക്ക് അവർക്ക് കൊടുക്കേണ്ടതുള്ള സ്ഥാനവും പദവിയും അംഗീകരിക്കണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സഭകളിൽ പൊതുവെയുള്ള പ്രവണത എന്തെന്ന് വെച്ചാൽ ഞായറാഴ്ച പ്രസംഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് പൊതുവായിട്ട് പല കാര്യങ്ങളൊക്കെ സഭാംഗങ്ങൾ കേൾക്കുന്നതിനെക്കുറിച്ച് എൻ്റെ ഒരു മനോഭാവം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കൽ എന്തെന്ന് വെച്ചാൽ, മൂപ്പനെ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുള്ളൂ എന്ന് ചിന്തിക്കാനുള്ള പ്രവണത ആളുകൾക്കുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത് ഇല്ല കേട്ടോ. ദൈവത്തിൻ്റെ പരിപാടിയിൽ അങ്ങനെ ഇല്ല. മൂപ്പന്മാരെ ആക്കി വെച്ചത് കർത്താവാണ്. എന്ത് ബന്ധപ്പെട്ടാണ് ആ ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം മൂപ്പന്മാരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയും. ഞാൻ ആ ജോലി കുറേ കാലമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അവർ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ കാണാതിരിക്കുകയും അതിനോട് കീഴ്പ്പെടാതിരിക്കുകയും ചെയ്ത പിന്നെയുള്ള സങ്കടം പറയാനുണ്ടോ? ഒന്ന് രണ്ട് വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 17-18. റോമാലേഖനം 16-ാം അധ്യായം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോടകന്ന് മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ഒരു വാക്യം കൂടി വായിക്കാം. തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കാം. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇതൊക്കെ ആരാ ചെയ്യണ്ടേ? വല്ലാതെ വഴക്കും പ്രശ്നവും ആളുകളെ വഴിതെറ്റിക്കാൻ നടക്കുകയും ഉപദേശത്തിൽ വ്യത്യസ്തത കാണിച്ച് ഉപദേശം പ്രസംഗിച്ചല്ല ആളുകളെ ഭിന്നിപ്പിക്കുന്നത്, മറ്റു പലതും പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി വഴിയാണ്. അവരെ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞു കൊടുക്കുക. മര്യാദയ്ക്ക് കാര്യം പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അവരെ ഒഴിക്കാനല്ലേ പറഞ്ഞത്. ഇതൊക്കെ ബൈബിളിലുള്ള വാക്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? പ്രിയപ്പെട്ടവരെ, നമുക്ക് സഭയിൽ ഒരുമ വേണം, ബന്ധങ്ങൾ നന്നായിരിക്കണം. അതിലെല്ലാവർക്കും താല്പര്യമല്ലേ? പക്ഷേ ആ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സമീപനങ്ങളിൽ കാര്യമായിട്ടുള്ള മാറ്റം വരാൻ ആവശ്യമുണ്ട്. ഒന്ന്, സുവിശേഷം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. സുവിശേഷം ഭൗതികമല്ല, ഭക്ഷണവും പാനീയവും സംബന്ധിച്ചല്ല. സുവിശേഷം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. സുവിശേഷം ജനപദങ്ങളെ തമ്മിൽ ചേർക്കുന്ന ഒരു പരിപാടിയാണ്. ഉച്ചനീചത്വങ്ങൾ സഭയിലില്ല. എല്ലാവരെയും ഒരേ അളവിൽ ഒരേ തലത്തിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. സഭ എന്ന ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാൻ. കൈയാണ്, മൂക്കാണ്, ചെവിയാണ്, കാലാണ്. എനിക്കിവിടെ ചെയ്യാനൊരു ജോലിയുണ്ട്. ഈ ജോലി ഞാൻ ചെയ്യാതിരിക്കുന്നത് എനിക്ക് നഷ്ടമാണ്, സഭയ്ക്ക് നഷ്ടമാണ്. എനിക്ക് സംതൃപ്തി വരുന്നത് ഈ ജോലി ചെയ്യുമ്പോഴാണ്. സേവനത്തിനാണ് എന്നെ വെച്ചിരിക്കുന്നത്. സഭയ്ക്ക് നന്മ ചെയ്യാനായിട്ട് നമുക്ക് ബന്ധപ്പെടാം. പിന്നെ സഭയിലൊരു ഭരണക്രമമുണ്ട്. നമ്മുടെ സഭകളിലെ ഭരണക്രമമൊന്നും അത്ര ചിട്ടയല്ല. പൊതുവെ മൂപ്പന്മാർക്ക് തന്നെയാണെങ്കിലും സഭയിലെ വിശുദ്ധന്മാർക്ക് തന്നെയും
ഇങ്ങനൊരു ഭരണക്രമത്തിലാണ് ദൈവം ഇത് വെച്ചിരിക്കുന്നതെന്നും ഇതൊരു ദൈവിക പരിപാടിയാണ്. ദൈവത്തിൻ്റെ സഭ, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയായ ദൈവാലയമാണ് സഭ. കൂടി വരുന്ന സമയത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ആ ഗൗരവത്തിൽ കാണാനും ദൈവം വെച്ചിരിക്കുന്ന ഭരണക്രമത്തെ അംഗീകരിക്കാനും നമ്മൾ തയ്യാറായാൽ നമുക്ക് സന്തോഷമായിരിക്കും. സഭയിൽ അനുഗ്രഹങ്ങളുണ്ടാകും. ആ വിധത്തിൽ ബന്ധങ്ങൾ നന്നാവും, സഭയുടെ സാക്ഷ്യം പുഷ്ടിപ്പെടും. ഈ നമ്മുടെ നാട്ടിലെ സഭയെക്കുറിച്ച് ചുറ്റുപാടുള്ള സമൂഹത്തിലുള്ള ആളുകൾ ബഹുമാനത്തോടെ സംസാരിക്കും. സുവിശേഷത്തിന് പുരോഗതി ഉണ്ടാകും. മിഷൻ ഫീൽഡിലേക്ക് പോകാൻ ആളുകളുണ്ടാകും. ആ വിധത്തിൽ കർത്താവ് നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് നല്ല ആലോചനകൾ പങ്കുവച്ചതായിരിക്കുന്ന ജോർജ് ഇരുമ്പൻ സോഹനോടിലായിരിക്കും നന്ദി അറിയിക്കുന്നു. സഭയിലെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് എങ്ങനെയാണ് എന്നാണ് നാം ഈ ഒരു സെഷനിൽ കേട്ടത്. സുവിശേഷത്തെക്കുറിച്ച് ഒരു വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നാം ഒരു പക്ഷേ ഈ ഒരു സമയം ചിന്തിച്ചിട്ടുണ്ടാവും. എന്താണ് സഭയുടെ ഭരണക്രമം, അതുപോലെ സഭയിലുള്ളതായിരിക്കുന്ന നേതൃത്വത്തിലുള്ളവരെ നാം അനുസരിക്കണം എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നാം കേട്ടു. നമുക്കറിയാം, ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ എത്രമാത്രം യോജിച്ചാണല്ലേ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ കർത്താവ് സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതായിരിക്കുന്ന സഭയിൽ അംഗങ്ങളായിട്ട് നാം നിലകൊള്ളുമ്പോൾ, സഭ എന്ന ഏക ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് നാം നിലകൊള്ളുമ്പോൾ, നമ്മുടെ ബന്ധങ്ങൾ സഹവിശ്വാസികളുടെ എന്ന തലത്തിൽ എത്രമാത്രം യോജിച്ചാണ് കാര്യങ്ങളെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ബന്ധങ്ങൾക്ക് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനിയും നമുക്ക് സമയങ്ങളുണ്ട്. നല്ല ബന്ധം പുതുക്കി നമ്മുടെ സഭയിലുള്ളതായിരിക്കുന്ന നേതൃത്വത്തിലുള്ളവരെ അനുസരിച്ച് കീഴ്പ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കേവലം ഞായറാഴ്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബന്ധമായിട്ടല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നിത്യതയോളമുള്ളതായിരിക്കുന്ന ഒരു ബന്ധമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ബന്ധം സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കേട്ടതായിരിക്കുന്ന ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഏറ്റവും ഉത്സാഹമുള്ളവരായിട്ടും ഉണർന്നും കൂടുതൽ ബന്ധം പുതുക്കിയും ജീവിക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരും സഹായിക്കട്ടെ.